ഞാൻ മണവാളനാണ് മണവാളൻ. ബൈ ദ വേ എന്ത് ചെയ്യുന്നു? ഇമ്മോറൽ ട്രാഫിക്കാന്റെ വീഡിയോ പരിസേഫിന്റെ താങ്ക് യു. കോളേജ് വിദ്യാർത്ഥികളെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നതാ? വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. വെൽക്കം ഹോം. എന്താടാ നിന്നെ പോലീസ് പിടിച്ച? എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ. എന്തിന്? പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ. മണവാളൻ ജയിലിലേക്ക് പോയപ്പോൾ ഉണ്ടാക്കിയ പുകില് ചെറുതല്ല. ഒന്നിളകിയതാണോ? 3 പ്രാവശ്യം ഇളകി, 3 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം പിടിച്ചു. ചേച്ചി ഇയാളാണോ മണവാളൻ? ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചു. അതിനൊന്നും ഇല്ലേ? ആഹാ മുടുക്കനായിപ്പ. അങ്ങനെ മുടി മുറിച്ചതിന് ശേഷം ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുടർന്നാണ് തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ചികിത്സയിരിക്കുകയാണ്. ഇല്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ എത്ര പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു. ഇതെല്ലാം തെമ്മാടി കരുതി കൂട്ടി ചെയ്താ. കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കുടകിൽ നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച പരിഹാസത്തോടെ ഇയാൾ പറഞ്ഞത്. കാശ്മീരെന്ന് പറഞ്ഞാൽ എന്തൊരു തണുപ്പാണ് മോനെ. എന്റെ മുമ്പിൽ എന്തിനാണ് ഈ വേഷം കെട്ട്? നീ കൊടകിലെ കുബാരനാന്ന് പറഞ്ഞിട്ട് പിന്നെ നീ ഇവിടെ? അതെന്റെ ഔട്ട് ഹൗസാ. ഞാൻ മാസത്തിലൊരിക്കലും അവിടെ പോകും. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ജാങ്കോ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. കഴിഞ്ഞ ഏപ്രിൽ 19-ന് അതായത് പൂര ദിവസം രാത്രി മദ്യലഹരിയിൽ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് 26-കാരൻ മുഹമ്മദ് ഷഹീൻ ഷായ്ക്ക് പിടി വീണത്. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? എന്താ തമ്മാരെ, എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്. ജാമ്യം കിട്ടാത്ത കേസാണ്. ഇയാൾക്ക് ഇത് തന്നെ പണിയാ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ജയിലിന് മുന്നിലും റീൽസ് ചിത്രീകരണവുമായി മണവാളൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷഹീൻ ഷാ. 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതില്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല. മണവാളിനെ 15 ദിവസം റിമാൻഡ് ചെയ്ത് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലൊരു റീൽസ് ചിത്രീകരിക്കുന്നത്. ഞാൻ തെറ്റാണോ? എങ്ങനെയാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? ഇത് കൊടും മാറണം തന്നെ. അതിൽ മണവാളന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതുപോലെ നടന്നാ മതിയാ. അയാൾ എത്രമാത്രം ലാഘവത്തോടെയാണ് കാര്യത്തെ കാണുന്നത് എന്നാണ്. അല്ലെങ്കിൽ ജയിൽവാസം ഒന്നും അത്രമാത്രം, അല്ലെങ്കിൽ ഈ റിമാൻഡ് കാലം ഒന്നും അദ്ദേഹത്തെ അത്രമാത്രം കൂട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി അതിൽ കാണുന്നില്ല. നീ എന്താ ചില കഷായം കുടിച്ച പോലെ? ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. പഴയ 4 നമ്പർ കാര്യമാണ്. അതെ. അല്ല അതെ, നല്ലൊരു രാശിയുള്ള മുറിയാണേ. അതിൽ നിന്ന് പുറത്തു പോയാലും ഒരു ദിവസം പോലും പുറത്ത് പിറ്റേന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റേ? ചില കൊച്ചു കഴിവറവനെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു.